നമസ്കാരം. കേരളത്തിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഏകാദശി. സ്വാഭാവികമായി ഏകാദശി ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഭക്തജനങ്ങൾ, സാധാരണ ദിവസങ്ങളിലെ കാട്ടി ഏകാദശി ദിവസം ഗുരുവായൂരിൽ വലിയ രീതിയിലുള്ള ഭക്തജനങ്ങൾ ഉണ്ടാകും. എന്നാൽ നാളിന്നു വരെയായിട്ട് അതിൽ മേൽ ഒരു ക്രമീകരണവും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് CPM-ൽ നിന്നോ CPI-ൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ മാത്രം അവർക്ക് സുഖമായി ദർശനം നടത്താനും ക്ഷേത്ര തന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ മേൽശാന്തിയുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാനുമുള്ള ഒരു രാജകീയമായ ഒരു ഒരുക്കങ്ങളൊക്കെ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കും. ഒരു കാരണവുമില്ലാതെ മണിക്കൂറോളം ഭക്തരെ ക്യൂവിൽ നിർത്തിയതിനു ശേഷം അകത്തേക്ക്, നാലമ്പലത്തിന്റെ അകത്തേക്ക് ദർശനത്തിനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിന്റെ തന്നെ ജീവനക്കാർ അവരെ പിടിച്ച് തള്ളുകയും അല്ലെങ്കിൽ പെട്ടെന്ന് പോകൂ എന്ന് അവരെ വഴക്ക് പറയുന്ന രീതിയിലേക്കൊക്കെ പോയി ഇരുന്ന് സമാധാനത്തിൽ നിന്ന് തൊഴാനുള്ള ഒരു സംവിധാനം പോലും അവർ ഒരുക്കി നൽകുന്നില്ല എന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഏകാദശിയായിരുന്നു, ശനിയാഴ്ച. ആ സമയത്ത് ഒരു തരത്തിലുമുള്ള ഒരു സുരക്ഷാ സന്നാഹമോ അല്ലെങ്കിൽ ഭക്തർ കൂടുതലായി ഉണ്ടാകുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അറിയാഞ്ഞിട്ടുമൊന്നുമല്ല. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അതിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കണ്ടല്ലോ, ഇതാണ് സംഭവിച്ചത്. ഏകാദശി ദിവസം ഭക്തജനങ്ങളുടെ ഒരു കൂടുതലായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം താത്കാലികമായി അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗുരുവായൂർ ക്ഷേത്രത്തിനാണ്. ഫണ്ടില്ല, പൈസ ഇല്ല എന്നൊന്നും പറയാൻ ഇവിടെ വില പോവില്ല. കാരണം ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഗുരുവായൂർ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു താത്കാലികമായ ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ലെങ്കിൽ അവർ രാജിവെച്ചിട്ട് ഭരിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ നിയമിക്കണം. മൂകാംബിക ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ ഭക്തജനങ്ങളെ സ്വീകരിക്കുന്ന രീതി, ഒരു ആതിഥ്യ മര്യാദ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞെട്ടിപ്പോവും. കാരണം കേരളത്തിലുമുണ്ട് ഇതുപോലത്തെ ക്ഷേത്രം. പക്ഷേ നിരീശ്വരവാദികളായ കുറെ കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ കയ്യിലാണ് എന്നേ ഉള്ളൂ. ഇനി അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തുമ്പോഴായിരിക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണങ്ങൾ ഭക്തജനങ്ങൾ നേർച്ചയായി സമർപ്പിച്ചതെല്ലാം അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇനി വരും. അപ്പോൾ ഹൈക്കോടതി വീണ്ടും അവിടെ ഇടപെടേണ്ടി വരും. അപ്പോൾ ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ, സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയം അവിടെ ഒരു അപകടം പതുങ്ങിയിരിക്കാം. ഏത് സമയവും ഭക്തജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരവസ്ഥ ഉണ്ടാകും.